അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പെറ്റിക്കോട്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് പെറ്റിക്കോട്ടിന് വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ക്ലോത്തിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കടയിൽ നിന്നെല്ലാം പെറ്റിക്കോട്ടിൻ്റെ ഒരു ക്ലോത്ത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 4 മടക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ക്ലോത്ത് എടുത്തിട്ട്, ഇത് പോളിസ്റ്റർ തുണിയാണ് കേട്ടോ, നിങ്ങൾ കോട്ടൻ്റെ എടുക്കണമോ നല്ലത്. കണ്ടോ, 4 മടക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ നോക്കാം. ഒരു ചെസ്റ്റ് വണ്ണം ഒരു 36 ഇഞ്ചാണ് അളവ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 40 ഇഞ്ച് എടുത്തിട്ട് 40 ഇഞ്ച് വരെ എടുക്കാൻ പറ്റിയൊരു ക്ലോത്ത് ആയിരിക്കും എടുക്കണം. നിങ്ങൾ എത്ര അളവിൻ്റെ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു 4 ഇഞ്ച് കൂട്ടിയിട്ട്, കുട്ടിയൊക്കെ ആണെങ്കിൽ അതിന് കുറച്ചും കൂടി കുറച്ചിട്ട് മതി കേട്ടോ അളവ്. അപ്പം അപ്പം നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് ഇങ്ങനെ 4 മടക്കാക്കി വെച്ചതിൽ 6 ഇഞ്ചാട്ടോ എടുക്കുന്നത് അളവ്. 6 ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം പിന്നെ നമുക്ക് കഴുത്തിൻ്റെ നെക്കിൻ്റെ അവിടെയായിട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ റിഗാൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 6.5 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ 6 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ചിട്ട് ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ 10 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. 40 ഇഞ്ചിൽ 4 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി അതിലേക്ക് നമ്മൾ റിഗാളിൻ്റെ ഇത് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ലെങ്ത്ത് എടുക്കുക. എത്രയാണ് നമുക്ക് ലെങ്ത്ത് വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് പെറ്റിക്കോട്ടിൻ്റെ ഇറക്കം നമ്മൾ അടയാളപ്പെടുത്തുക കേട്ടോ. 19 ഇഞ്ച് അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇറക്കം എത്രത്തോളം വേണം വെച്ചാൽ അത്രത്തോളം വെച്ചിട്ട് ഇത് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. നമുക്ക് താഴെയുള്ള വേണം ചെസ്റ്റിനെക്കാട്ടും ഒരല്പം ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്നിട്ട് ചെസ്റ്റിൻ്റെ ഇടവണ്ണത്തിലേക്ക് വരയ്ക്കുക. പിന്നെ നെക്കിൻ്റെ ഇറക്കാണ് എടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം നമ്മൾ ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അടയാളപ്പെടുത്തിയ അതിലേക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹസ്സാണ് കട്ട് ചെയ്യുന്നത്, അതാണ് ഞാൻ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടത് നമ്മൾ റൗണ്ടായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ അളവിലാട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആക്കണമെങ്കിൽ അതിനനുസരിച്ച് അപ്പോൾ ബാക്കും ഫ്രണ്ടും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. പെറ്റിക്കോട്ടിനൊക്കെ ഏകദേശം ഒരേപോലെ കഴുത്ത് ബാക്കും ഫ്രണ്ടും ഒരേപോലെ നെക്ക് മതി. കുറച്ച് ആ വരച്ചതിനും കുറച്ച് തുമ്പ് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് അടിച്ചിട്ട് ബാക്കി വരുന്ന തുമ്പാണ് ഇട്ടത്. അപ്പം നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പെറ്റിക്കോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മുടെ പെറ്റിക്കോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. പെറ്റിക്കോട്ട് വളരെ സിമ്പിളാണ് സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ ആദ്യം തന്നെ ഷോൾഡറാണ് അടിക്കുന്നത് കേട്ടോ. ഈ ഷോൾഡർ ഇവിടെ കട്ട് ചെയ്തിട്ടില്ല. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്.
രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നെക്കൊക്കെ സിമ്പിളാട്ടോ, ജസ്റ്റ് ഒന്ന് അതന്നെ മടക്കി അടിച്ചാൽ മാത്രം മതി. പെറ്റിക്കോട്ടിന് സിമ്പിളായിട്ട് അടിക്കാവുന്നതാണ്. ജസ്റ്റ് ചെറുതായിട്ട് മടക്കി അടിക്കട്ടോ, ഒരുപാട് വണ്ണത്തിലല്ലാതെ. ചിറ്റോറം അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യും. ഇപ്പോൾ രണ്ട് ഭാഗവും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് വരച്ചു കൊടുത്തതാണ് കേട്ടോ. നമ്മുടെ സൈഡ് ഭാഗം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗവും പെറ്റിക്കോട്ടിൻ്റെ രണ്ട് ഭാഗവും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പെറ്റിക്കോട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. പെറ്റിക്കോട്ട് റെഡി ആയി കഴിഞ്ഞു. ലെങ്ത്ത് എത്രയാണ് വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മുടെ ഹാഫ് ഷിമ്മി എന്നൊക്കെ പറയുന്ന പെറ്റിക്കോട്ട്, ഹാഫ് പെറ്റിക്കോട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.